അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ ഉപദേശമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നൽ ബദിന ഇദാ സകിമ ലം യൻജഉ ഫീഹി തുആമുൻ വലാ ശറാബുൻ വലാ നൗമുൻ വലാ റാഹത്തുൻ. ഒരു മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ, ഒരു തടിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു പനി തന്നെ വന്നാൽ പിന്നെ നമ്മൾക്ക് ഒരു റാഹത്തും ഉണ്ടാവില്ല, ഒരു വറക്കം ഉണ്ടാവില്ല, കുടിക്കാനൊന്നും തോന്നൂല, തിന്നാനൊന്നും തോന്നൂല. ഇങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ്റെ പ്രകൃതി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇതുപോലെ തന്നെ അൽ ഖൽബു ഇദാ അലിഖഹു ഹുബ്ബു ദുനിയ ലം തൻജഉ ഫീഹി അൽ മൗഇളതു. വല്ലാത്തൊരു വാക്കാണ്. കൽബ് ഇതുപോലെ തന്നെയാണ്. കൽബിൽ ദുന്യവിയായ ഒരു പ്രേമം, ദുന്യവിയായ ഒരു ചിന്ത കൽബിനെ പിടികൂടിയാൽ പിന്നെ കൽബിന് യാതൊരു റാഹത്തുണ്ടാവില്ല. പിന്നെ കൽബ് ഒരു ഉപദേശം കേൾക്കില്ല. അള്ളാഹുവിൻ്റെ ചിന്ത ആ കൽബിൻ്റെ പരിസരത്തിൽ തന്നെ വരില്ല. ഇങ്ങനെയാണ് ഒരു കൽബിൻ്റെ സ്വഭാവമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഈ ഉപദേശത്തിൻ്റെ താല്പര്യം? നമ്മുടെ കൽബാണ് അള്ളാഹുവിൻ്റെ ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഈ കൽബാണ് നമ്മെ ചീത്തയാക്കുന്നതും നല്ലവരാക്കുന്നതും. കൽബിൽ അള്ളാഹുമായിട്ടുള്ളൊരു ചിന്ത, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെയും വന്നാലേ വിജയിക്കുകയുള്ളൂ. പലപ്പോഴും ഈ കൽബ് നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ദുന്യവിയായ ചിന്ത നമ്മളെ കൽബിൽ കൂടിയപ്പോഴാണ്. ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള ഹുബ്ബ്, ദുനിയാവിൻ്റെ സ്ഥാനത്തിനോടുള്ള പ്രേമം, ആൾക്കാരെ എന്നെ പ്രശംസിക്കണം, ആൾക്കാരെന്നെ പുകഴ്ത്തണം, ഞാനൊരു നല്ലവനാണെന്നുള്ള ആ ചിന്ത എൻ്റെ കൽബിലേക്ക്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണോ എൻ്റെ കൽബെങ്കിൽ പിന്നെ ഒരിക്കലും ആരെത്ര ഉപദേശിച്ചാലും ആരെത്ര നമ്മെ നന്നാക്കാൻ നോക്കിയാലും നമ്മൾ നന്നാവൂല. അപ്പോൾ നമ്മൾ നന്നാകണമെങ്കിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് എത്തണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടണമെങ്കിൽ അതുമായി ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ കൽബാണ്. കൽബ് വല്ലാത്തൊരു ശുദ്ധിയാകണം. അതിൽ എന്തെല്ലാം കൽബിൻ്റെ രോഗമുണ്ടോ അതിനൊക്കെയും നാം ശുദ്ധിപ്പെടുത്തണം. ശുദ്ധി ആക്കിയിട്ടില്ലെങ്കിൽ അതേ നാം ഒരിക്കലും പോലും അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് എത്തിപ്പെടാനോ പ്രവേശിക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ കൽബ് നശിക്കാൻ ഏറ്റവും വലിയ കാരണമാകുന്നത് ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള ഹുബ്ബ്, ദുനിയാവിനോടുള്ള ചിന്ത, അതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ്. ഒരു ശരീരത്തിനിക്ക് ഒരു രോഗം ബാധിച്ചപ്പോൾ പിന്നെ ശരീരത്തിൽ ഒരു ഉപകാരമുണ്ടാവില്ല, ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുവരെ അവ നല്ല ഉഷാരിൽ ഓടി നടന്നവനാണ്, നല്ല ഉഷാരിൽ ഭക്ഷണം കഴിച്ചവനാണ്, വെള്ളം കുടിച്ചവനാണ്, നല്ല വറക്കം കിട്ടിയിട്ടുണ്ട്, എല്ലാ നല്ല റാഹത്തോടു കൂടി അവൻ്റെ ശരീരത്തിൽ എല്ലാ പ്രവർത്തികൾ അവൻ ചെയ്തവൻ. ഒരു ചെറിയ രോഗം വന്ന പൊളേക്ക് എല്ലാവരും അവിടുന്ന് സ്തംഭിച്ചു പോയി. പിന്നെ അതുകൊണ്ട് യാതൊരു നഫ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് കൽബ് നിക്ക് അതേ ദുന്യവിയായ ഒരു ചിന്ത അവിടുന്ന് പിടികൂടിപ്പോയാൽ പിന്നെ ആ കൽബ് കൊണ്ട് ഒരു നേട്ടമുണ്ടാവില്ല, കൽബ് കൊണ്ട് ഒരു ഉപകാരമുണ്ടാവില്ല. ആ കൽബ് കാരണത്താൽ അവൻ പരാജയമാണ് അവനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.